സൗരയൂഥത്തിലെ ഏറ്റവും ചൂടുകൂടിയ ചുട്ടുപഴുത്ത നരക സമാനമായ ലോകമാണ് വീനസ് എന്ന ശുക്രൻ. ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ 95% കൂടുതൽ കട്ടിയുള്ള ഭീകരമായ അന്തരീക്ഷവും 500 ഡിഗ്രി സെൽഷ്യസിലും ചൂടുകൂടിയ താപനിലയും സൾഫ്യൂരിക് ആസിഡ് നിരന്തരം മഴയായി പെയ്തുകൊണ്ടും ഇരിക്കുന്ന ഭീകരമായ കാലാവസ്ഥയുമുള്ള നരകമാണ് വീനസ്. നമ്മുടെ ഭൂമിയെപ്പോലെ സ്വർഗസമാനമായിരുന്ന ശുക്രൻ എങ്ങനെയായിരിക്കും വിഷവാതകങ്ങൾ നിറഞ്ഞ ചുട്ടുപൊള്ളുന്ന നരകമായി മാറിയത്? പുരാതന കാലങ്ങൾ മുതലേ മനുഷ്യൻ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്ന ഈ വീനസിലേക്ക് നമ്മൾ ധാരാളം ബഹിരാകാശ പേടകങ്ങൾ അയച്ചിട്ടുണ്ട്. ശുക്രൻ്റെ ഉപരിതലത്തിൽ ഇറക്കിയിട്ടുമുണ്ട്. അതുവഴി നമ്മൾ കണ്ടതും അറിഞ്ഞതുമെല്ലാം അന്നേ വരെയുള്ള സങ്കല്പങ്ങളെയെല്ലാം മാറ്റിമറിക്കുന്ന തികച്ചും വിചിത്രവും ഭയാനകവുമായ കാഴ്ചകളായിരുന്നു. ഇന്ന് നമ്മൾ അടുത്തറിയാൻ പോകുന്നത് സൗരയൂഥത്തിലെ ഏറ്റവും ചൂടുകൂടിയ നരകതുല്യമായ ഈ ശുക്രനെയാണ്. സൂര്യൻ്റെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന സൗരയൂഥത്തിലെ ഒന്നാമത്തെ ഗ്രഹം ബുധനാണ് എന്ന് നമുക്കറിയാം. എന്നാൽ സൗരയൂഥത്തിൽ ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം ബുധനല്ല, അത് രണ്ടാമത്തെ ഗ്രഹമായ ശുക്രനാണ്. ബുധനിൽ 430 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില ഉയരുന്നത്. എന്നാൽ ബുധനേക്കാളും ഏകദേശം ഇരട്ടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ശുക്രനിലെ താപനില ഏകദേശം 500 ഡിഗ്രി സെൽഷ്യസോളമാണ്. അന്തരീക്ഷമില്ലാത്ത ബുധനേക്കാളും ശുക്രനിൽ ചൂട് കൂട്ടുന്നത് ഭൂമിയുടെ 95 മടങ്ങിലും കൂടുതൽ കട്ടിയുള്ള ശുക്രൻ്റെ അന്തരീക്ഷമാണ്. സൂര്യനിൽ നിന്നും ലഭിക്കുന്ന ചൂടിനെ ഈ അന്തരീക്ഷം പുറത്തുവിടാതിരിക്കുന്നത് കൊണ്ടാണ് ശുക്രനിൽ ഇത്രത്തോളം ചൂട് അനുഭവപ്പെടാൻ കാരണം. സൗരയൂഥത്തിലെ മറ്റ് 7 ഗ്രഹങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി വീനസ് തൻ്റെ അച്ചുതണ്ടിൽ ക്ലോക്ക് വൈസിലാണ് സ്വയം ഭ്രമണം ചെയ്യുന്നത്, അതും വളരെ പതിയെ. ഒരു തവണ ഭ്രമണം ചെയ്ത് തീർക്കുന്നതിന് ശുക്രന് വേണ്ടി വരിക ഭൂമിയിലെ 243 ദിവസങ്ങളാണ്. അതായത് ശുക്രനിലെ ഒരു ദിവസം എന്നത് നമ്മുടെ 243 ദിവസങ്ങളാണ്. ഇങ്ങനെ സ്വയം ഭ്രമണം ചെയ്ത് സൂര്യനെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് ശുക്രന് വേണ്ടി വരിക 225 ദിവസങ്ങളാണ്. അതായത് ശുക്രനിലെ ഒരു വർഷം എന്നത് 225 ദിവസങ്ങളാണ്. ശുക്രൻ ഒരു തവണ സൂര്യനെ പരിക്രമണം ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഭ്രമണം തീരുകയേയില്ല. ശുക്രനിലെ ഒരു വർഷം എന്നതിനേക്കാളും ദൈർഘ്യം ഒരു ദിവസത്തിനുണ്ട് എന്നതാണ് ഏറ്റവും വിചിത്രം. ശുക്രൻ നമ്മുടെ ഭൂമിയുടെ ഇരട്ട സഹോദരിയാണെന്ന് നമ്മൾ ധാരാളം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശുക്രനും ഭൂമിയും തമ്മിൽ എന്തെല്ലാം സമാനതകളാണുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഭൂമിയും വീനസും പിറവിയെടുക്കുന്നത് ഏകദേശം ഒരേ സമയത്താണ്, 450 കോടി വർഷങ്ങൾക്ക് മുമ്പ്. ഭൂമിയുടെ 95% കൂടുതൽ വലിപ്പമുണ്ട് വീനസിന്. ശുക്രൻ്റെ വ്യാസം ഏകദേശം 12,104 കിലോമീറ്ററോളമാണ്. മാത്രമല്ല ഭൂമിയുടെ 85% മാസും വീനസിനുണ്ട്. ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ് വീനസിനെ ഭൂമിയുടെ ഇരട്ട സഹോദരി എന്ന് വിളിക്കുന്നത്. ചന്ദ്രൻ കഴിഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ബഹിരാകാശ വസ്തുവായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ചൊവ്വ ഗ്രഹത്തെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഭൂമിയുടെ ഏറ്റവും അടുത്തുകൂടെ സഞ്ചരിക്കുന്നത് ശുക്രനാണ്. ചൊവ്വയും ഭൂമിയും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം 6,20,00,000 കിലോമീറ്ററാണ്. എന്നാൽ ശുക്രൻ ഭൂമിയുടെ 6,10,00,000 കിലോമീറ്റർ അടുത്ത് വരെ വരാറുണ്ട്. അതായത് ചൊവ്വയും ഭൂമിയും അടുത്തു വരുന്നതിനേക്കാളും 10,00,000 കിലോമീറ്റർ കുറവ്. ശുക്രനിലെ താപനില ഒരുപാട് കൂടുതലാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏകദേശം 450 ഡിഗ്രി സെൽഷ്യസിനും 500 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് ഈ താപനില. അതുപോലെ തന്നെ ശുക്രൻ്റെ അന്തരീക്ഷത്തിന് ഒരുപാട് കട്ടി കൂടുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. കട്ടി കൂടിയ മേഘങ്ങളുടെ 3 പാളികളാണ് അന്തരീക്ഷത്തിലുള്ളത്. കൂടാതെ വറ്റി വരണ്ട് ഒരു മരുഭൂമി പോലെയാണ് ശുക്രൻ്റെ ഉപരിതലമുള്ളത്. നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജനും പിന്നെ ഓക്സിജനും ആണ് എന്ന് നമുക്കറിയാം. എന്നാൽ വീനസിൻ്റെ അന്തരീക്ഷത്തിൽ 95% കൂടുതലുള്ളത് കാർബൺ ഡൈ ഓക്സൈഡാണ്. മിച്ചമുള്ള 5% സൾഫർ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഒക്കെയാണ്. ഇത്രത്തോളം കട്ടി കൂടിയ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് വീനസിൻ്റെ അന്തരീക്ഷത്തിന് ഇത്രത്തോളം കട്ടി വന്നത്. 3 പാളികളുള്ള ഈ മേഘങ്ങളിലായി അന്തരീക്ഷത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. അതുകൊണ്ട് തന്നെ ശുക്രനിൽ പെയ്യുന്നത് സൾഫ്യൂരിക് ആസിഡ് മഴയാണ്.
എന്നാൽ ഒരിക്കലും ഈ മഴ ശുക്രൻ്റെ ഉപരിതലത്തിൽ വീഴുകയേയില്ല. അതിനുള്ള പ്രധാന കാരണം ശുക്രനിലെ കൂടിയ താപനിലയാണ്. 500 ഡിഗ്രി സെൽഷ്യസ് ചൂട് മൂലം പെയ്തിറങ്ങി വരുന്ന സൾഫ്യൂരിക് ആസിഡ് മുഴുവൻ ഉപരിതലത്തിൽ നിന്നും കിലോമീറ്ററുകൾ മുകളിൽ വെച്ച് തന്നെ നീരാവിയായി മാറും. അവ മുഴുവൻ തിരികെ മഴമേഘങ്ങളായി രൂപം പ്രാപിക്കുകയും ചെയ്യും. ഇനി നമുക്ക് വീനസിൻ്റെ ഉപരിതലം കാണാം. ഉപരിതലത്തിൽ ആയിരക്കണക്കിന് വലിയ വലിയ അഗ്നിപർവ്വതങ്ങളാണുള്ളത്. എന്നാൽ ഈ അഗ്നിപർവ്വതങ്ങൾ ഒന്നും തന്നെ സജീവമല്ല. ഇനിയും ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ ഇവ സജീവമാവുകയുള്ളൂ. അതിനുള്ള പ്രധാന കാരണം ശുക്രൻ്റെ ആന്തരിക ഘടനയാണ്. നമ്മുടെ ഭൂമിക്കുള്ളതുപോലെയുള്ള പാളികളാണ് ശുക്രനും ഉള്ളത്. ഏറ്റവും ഉള്ളിലായി ലോഹനിർമ്മിതമായ മാസ് കൂടിയ കോർ, അതിനു പുറത്ത് കട്ടി കൂടിയ റോക്കി മാൻഡൽ, മാൻഡലിന് പുറമെ 70 കിലോമീറ്ററോളം കട്ടിയുള്ള ക്രസ്റ്റ് പാളി. ഭൂമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വീനസിൻ്റെ ക്രസ്റ്റിന് ഭൂമിയുടെ ഇരട്ടിയിൽ കൂടുതൽ കട്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ സംഭവിക്കുന്നത് പോലെ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം ശുക്രനിൽ സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ശുക്രനിലെ അഗ്നിപർവ്വതങ്ങളെല്ലാം നിർജീവമായിരിക്കുന്നത്. എന്നാൽ ഇനിയും ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ ശുക്രനിലെ ഉള്ളിലുള്ള ശക്തിയേറിയ സമ്മർദ്ദം മൂലം ഈ അഗ്നിപർവ്വതങ്ങളെല്ലാം ഒരുമിച്ച് പൊട്ടിത്തെറിക്കുകയും ശുക്രൻ്റെ ഉപരിതലം മുഴുവൻ ലാവ നിറയുകയും ചെയ്യും. ഉപരിതലം മുഴുവൻ നമ്മളിപ്പോൾ കണ്ടതുപോലെ അഗ്നിപർവ്വതങ്ങൾ മാത്രമല്ല ഉള്ളത്. അഗ്നിപർവ്വതങ്ങൾക്കിടയിൽ ധാരാളം നിരപ്പായ പ്രദേശങ്ങളുണ്ട്. ശുക്രൻ്റെ ഉത്തരധ്രുവത്തിലും മധ്യഭാഗത്തും കാണപ്പെടുന്ന പ്രദേശങ്ങളെ 2 വലിയ ഭൂഖണ്ഡങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്: ഇഷ്താർ ടെറയും അഫ്രഡൈറ്റ് ടെറയും. ഉത്തരധ്രുവത്തിലുള്ള ഇഷ്താർ ടെറ ഭാഗത്താണ് ശുക്രനിലെ ഏറ്റവും വലിപ്പം കൂടിയ അഗ്നിപർവ്വതമായ 12 കിലോമീറ്ററോളം ഉയരമുള്ള മാക്സ്വെൽ മൗണ്ടൻ സ്ഥിതി ചെയ്യുന്നത്. ഇത്രത്തോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതത്തിൻ്റെ പ്രദേശത്താണ് ശുക്രനിലെ ഏറ്റവും താപനില കുറവ്. അഫ്രഡൈറ്റ് ടെറയുടെ കിഴക്ക് ഭാഗത്താണ് ശുക്രനിലെ ഏറ്റവും വലിപ്പം കൂടിയ 2ാമത്തെ അഗ്നിപർവ്വതമായ മാറ്റ് മൂൺ സ്ഥിതി ചെയ്യുന്നത്. ഇവയെ കൂടാതെ ധാരാളം മലനിരകളും സമതല പ്രദേശങ്ങളുമെല്ലാം ഈ ഭാഗങ്ങളിലുണ്ട്. ശുക്രന് ഉപഗ്രഹങ്ങളില്ല. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ ഇത് വളരെ അപൂർവമാണ്. ശുക്രനെ കൂടാതെ ബുധന് മാത്രമേ ഉപഗ്രഹങ്ങളില്ലാത്തതായി ഉള്ളൂ. വിദൂര ഭൂതകാലത്തിൽ ബുധൻ ശുക്രൻ്റെ ഉപഗ്രഹമായിരുന്നിരിക്കാം എന്ന് പോലും ഒരു സിദ്ധാന്തമുണ്ട്. എന്നാൽ പിന്നീട് അവർ വേർപിരിഞ്ഞു. ശുക്രന് ചെറിയ ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് വിദൂര ഭൂതകാലത്ത് തന്നെ ആയിരിക്കും. അങ്ങനെ ഉണ്ടായിരുന്ന ആ ഉപഗ്രഹങ്ങൾ പണ്ടേ തന്നെ ശുക്രൻ്റെ ഉപരിതലത്തിൽ തന്നെ പതിച്ചിട്ടുമുണ്ടാകാം. ഇതിൽ അസാധാരണമായോ അവിശ്വസനീയമായോ ഒന്നും തന്നെ ഇല്ല. ചൊവ്വയുടെ ഉപഗ്രഹമായ ഫോബോസിനും സമാനമായ വിധിയാണ് കാത്തിരിക്കുന്നത്. 50 ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം ഇത് ഒന്നുകിൽ ചൊവ്വയുടെ ഉപരിതലത്തിൽ തന്നെ വന്നു വീഴും, അല്ലെങ്കിൽ ടൈഡൽ ഫോഴ്സ് കാരണം തകർന്നു പോവുകയും ശനിക്ക് ചുറ്റിലുമുള്ള പോലെ ചൊവ്വയ്ക്ക് ചുറ്റിലും വളയങ്ങളായി രൂപപ്പെടുകയും ചെയ്യും. ഉപഗ്രഹങ്ങളുടെ കാര്യത്തിൽ വ്യക്തത ഇല്ല എങ്കിലും വലിയ എന്തോ ഒന്ന് ശുക്രനിൽ ഇതിനോടകം വന്ന് പതിച്ചിട്ടുണ്ട്. ഇവ ഒന്നിലധികം തവണ പതിച്ചിട്ടുമുണ്ട്. ശുക്രനിലെ ഗർത്തങ്ങളെല്ലാം വളരെ വലുതാണ്, കുറഞ്ഞത് 2 കിലോമീറ്റർ എങ്കിലും വ്യാസമുള്ളവ. ശുക്രൻ്റെ സാന്ദ്രമായ അന്തരീക്ഷത്തിലൂടെ കടന്ന് ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ എത്തുവാൻ വലിയ ഉൽക്കകൾക്ക് മാത്രമേ കഴിയൂ എന്നതിനാലാണ് ബാക്കിയുള്ളവ വഴിയിൽ വെച്ച് തകരുകയും കത്തി അമരുകയും ചെയ്തത്. ശുക്രൻ്റെ റഡാർ മാപ്പുകളുടെ വിശകലനം കാണിക്കുന്നത് ഇതിൻ്റെ ഉപരിതലം വളരെ പുതിയതാണെന്നാണ്. ഉപരിതലത്തിൻ്റെ 90% വളരെയേറെ ഉറച്ച ബസാൾട്ടിക് ലാവകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ അഗ്നിപർവ്വത പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഭീമാകാരമായ സമതലങ്ങൾ രൂപപ്പെട്ടത്. ഏകദേശം 30 മുതൽ 50 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഗ്രഹത്തിൽ എങ്ങനെയോ ഉണ്ടായ ഈ സംഭവം അതിൻ്റെ ഉപരിതലമാകെ ലാവാ പ്രവാഹങ്ങളാൽ നിറയാൻ കാരണമായി. ശുക്രനിൽ ഇന്നും ആയിരക്കണക്കിന് സജീവ അഗ്നിപർവ്വതങ്ങളുണ്ട്. ഏറ്റവും ഉയർന്ന അഗ്നിപർവ്വതങ്ങൾക്ക് 11.3 കിലോമീറ്ററിലും കൂടുതൽ ഉയരമുണ്ട്. ഇത് നമ്മുടെ എവറസ്റ്റിനേക്കാൾ ഏകദേശം 2.5 കിലോമീറ്റർ കൂടുതലാണ്. എന്നാൽ പൊതുവെ ശുക്രൻ്റെ ഭൂപ്രകൃതി ഭൂമിയെപ്പോലുള്ള ഗ്രഹങ്ങൾക്ക് സമാനമാണ്. ശുക്രൻ്റെ ഉള്ളിലെ അവസ്ഥ എന്നത് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നതിനേക്കാളും ഭയാനകമാണ്. ശുക്രനിലെ കാലാവസ്ഥയെ ഡാൻഡെ വളരെ കൃത്യമായി തന്നെ വിവരിച്ചിട്ടുണ്ട്. ഒരു നരകമുണ്ടെങ്കിൽ അത് തീർച്ചയായും ശുക്രനിലാണ്. ശുക്രൻ്റെ അന്തരീക്ഷത്തിൽ പ്രധാനമായുമുള്ളത് കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനുമാണ്. ഇത് അതീവ സാന്ദ്രമാണ്. അതിനാൽ ഉപരിതലത്തിലെ അന്തരീക്ഷ സമ്മർദ്ദം വിശ്വസിക്കാൻ കഴിയാത്ത അത്ര കൂടുതലാണ്. ഭൂമിയിലെ സമുദ്രനിരപ്പിലുള്ള മർദ്ദത്തേക്കാൾ 90 മടങ്ങിലും കൂടുതലാണിത്. ഇത് ഭൂമിയിലെ സമുദ്രങ്ങളിൽ 1 കിലോമീറ്റർ ആഴത്തിലുള്ള സമ്മർദ്ദത്തിന് തുല്യമാണ്. എന്നാൽ ഇത് സമുദ്രത്തിലാണ്. ശുക്രനിൽ ഇത്രയും വലിയ സമ്മർദ്ദം അതിൻ്റെ ഉപരിതലത്തിലാണുള്ളത്. അതിശക്തമായ അന്തരീക്ഷ സമ്മർദ്ദം
അന്തരീക്ഷത്തെ താഴത്തെ പാളിയിൽ നിന്നും ചില രസകരമായ പ്രതിഭാസങ്ങളിലേക്ക് നയിക്കുന്നു. ഇത് കാർബൺ ഡൈ ഓക്സൈഡിനെ ഉപരിതലത്തിൽ എത്രമാത്രം അമർത്തുന്നുവെന്നാൽ ഇതൊരു സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് എന്ന വിചിത്രമായ സ്വഭാവം കൈവരിക്കുന്നു. ഇത് വാതകമോ ദ്രാവകമോ അല്ലാത്ത രണ്ടിൻ്റെയും ഗുണങ്ങളുള്ള ഒരു പ്രത്യേകമായ അവസ്ഥയാണ്. അന്തരീക്ഷത്തിലെ ഇത്രയും വലിയ അളവിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വിനാശകരമായ ഹരിതഗ്രഹ പ്രവാഹം സൃഷ്ടിക്കുന്നു. ഉപരിതല താപനില എന്നത് നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാൾ ഒരുപാട് കൂടുതലാണ്. ഏകദേശം 470 ഡിഗ്രി സെൽഷ്യസ്. ഈയം, ടിൻ, സിങ്ക് എന്നിവയെല്ലാം ഉരുകിപ്പോകാൻ ഈ ചൂട് ധാരാളം മതിയാകും. ശുക്രനിലെ ഏറ്റവും ഉയർന്ന മേഘങ്ങളുടെ തലത്തിൽ വീശുന്ന കാറ്റ് മണിക്കൂറിൽ 380 കിലോമീറ്റർ വേഗത വരെ എത്തുന്നു. നിരന്തരം വീശിയടിക്കുന്ന ശക്തമായ കാറ്റ് കാരണം മേഘങ്ങൾ 4 ഭൗമദിനങ്ങൾ കൊണ്ട് ഗ്രഹത്തെ ഒരു തവണ പൂർണ്ണമായും ചുറ്റുന്നു. ഉപരിതലത്തിൽ കാറ്റിൻ്റെ വേഗത വളരെ കുറവാണ്. മണിക്കൂറിൽ ഏതാനും കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ അന്തരീക്ഷ സാന്ദ്രത വളരെ കൂടുതലായതിനാൽ സാവകാശം ഒഴുകുന്ന വെള്ളം പോലെ ഉപരിതലത്തിലെ പൊടിയും കല്ലുമെല്ലാം എളുപ്പത്തിൽ കൊണ്ടുപോകുവാൻ ഈ വേഗത ധാരാളം മതിയാകും. ശുക്രനിലെ മേഘങ്ങൾ വളരെ സാന്ദ്രമാണ്. അവ സൾഫർ ഡയോക്സൈഡും സൾഫ്യൂരിക് ആസിഡ് തുള്ളികളും ചേർന്നതാണ്. അവ ഏകദേശം 75% സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയും ഗ്രഹത്തിൻ്റെ ഉപരിതലത്തെ പരിപൂർണമായും മറച്ചു കളയുകയും ചെയ്യുന്നു. അതിനാൽ സാധാരണ ഒപ്റ്റിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ശുക്രൻ്റെ ഭൂപ്രകൃതി കാണുവാൻ കഴിയില്ല. മറ്റ് തരംഗദൈർഘ്യത്തിൽ മാത്രമേ അവ സാധിക്കൂ. ശുക്രനിൽ നിരന്തരം അതിശക്തമായ ആസിഡ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലെ പരിസ്ഥിതി പ്രവർത്തകർ ആശങ്കപ്പെടുന്ന തരം അമ്ലമഴയല്ല ഇത്. ഈ മഴകൾ ഏതാണ്ട് ശുദ്ധവും ഗാഢവുമായ സൾഫ്യൂരിക് ആസിഡാണ്. രസകരമായ കാര്യം എന്തെന്നാൽ ഈ മഴ ഒരിക്കലും ഉപരിതലത്തിൽ എത്തിച്ചേരുന്നില്ല എന്നാണ്. മറിച്ച് അമിതമായ ചൂട് കാരണം ആവിയായി മാറുന്നു. ഇതിനെ വിർഗ പ്രതിഭാസം എന്നാണ് വിളിക്കുന്നത്. അതിശക്തമായ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ മൂലമാണ് ഇത്രയധികം സൾഫർ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ എത്തിയത് എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഉയർന്ന താപനില കാരണം സൾഫറിന് ഉപരിതലത്തിൽ ഖരസംയുക്തങ്ങൾ രൂപപ്പെടുത്തുവാൻ കഴിയില്ല. കാരണം സൾഫർ വെറും 112.8 ഡിഗ്രി സെൽഷ്യസിൽ ഉരുകുകയും 444.6 ഡിഗ്രി സെൽഷ്യസിൽ ബാഷ്പീകരിക്കപ്പെടുകയും ചെയ്യുന്നു. തീ, ചൂട്, ഗന്ധകം ഇത് ബൈബിളിൽ നൽകിയിരിക്കുന്ന നരകത്തിൻ്റെ വിവരണവുമായി കൃത്യമായി പൊരുത്തപ്പെടുന്നു. അതുകൊണ്ടാണ് ശുക്രനെ നരകം എന്ന് വിളിക്കുന്നത്. ഇതുകൊണ്ട് ശുക്രൻ്റെ ഉപരിതലത്തിൽ ഒരു ഓട്ടോമാറ്റിക് ഇന്റർപ്ലാനറ്ററി സ്റ്റേഷൻ്റെ പരമാവധി പ്രവർത്തന സമയം വെറും 127 മിനിറ്റ് മാത്രമാണ്. അത്രയും സമയം ശുക്രനിൽ ഒരു പേടകം അതിജീവിക്കുക എന്നത് അക്കാലത്തെ വലിയ നേട്ടമായിരുന്നു. അപ്പോൾ ശുക്രനിൽ പേടകങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ? അതെ, ഒന്നിലധികം തവണ. ഇന്ന് ശുക്രനെക്കുറിച്ച് നമ്മൾ ഇതെല്ലാം അറിഞ്ഞതിനുള്ള പ്രധാന കാരണം സോവിയറ്റ് യൂണിയനാണ്. അവർ 1961 മുതൽ 84 വരെയുള്ള നീണ്ട 23 വർഷക്കാലത്തോളം നടത്തിയ വെനീറ എന്ന ബഹിരാകാശ പേടകങ്ങളുടെ പരമ്പരയിലൂടെയാണ്. 2 വേഗ പ്രോഗ്രാമുകളും വെനീറ ഹാലി പേടകങ്ങളും ഉൾപ്പെടെ 13 പേടകങ്ങളാണ് ശുക്രൻ്റെ അന്തരീക്ഷത്തിലേക്ക് വിജയകരമായി പ്രവേശിച്ചത്. അവയിൽ 10 പേടകങ്ങൾ ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ വിജയകരമായി ഇറങ്ങി. ഉപരിതലത്തിൽ ഇറങ്ങിയ ഈ പേടകങ്ങൾ 23 മിനിറ്റ് മുതൽ 2 മണിക്കൂർ വരെ ആക്റ്റീവായി നിലനിന്ന് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടേയിരുന്നു. മറ്റൊരു ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകം, മറ്റൊരു ഗ്രഹത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യത്തെ പേടകം, മറ്റൊരു ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും ആദ്യമായി ചിത്രങ്ങൾ പകർത്തിയ പേടകം, മറ്റൊരു ഗ്രഹത്തിൽ നിന്നും ആദ്യമായി ശബ്ദം റെക്കോർഡ് ചെയ്ത പേടകം, ഉയർന്ന റെസല്യൂഷൻ റഡാർ ഉപയോഗിച്ച ആദ്യത്തെ പേടകം. ഇതെല്ലാം ശുക്രനിലേക്ക് വിക്ഷേപിക്കപ്പെട്ട വെനീറ പേടകങ്ങളാണ്. ഓരോ പേടകങ്ങളെയും നമുക്ക് പരിചയപ്പെടാം. 1961 വെനീറ മിഷനുകൾ ആരംഭിക്കുന്നത്. 1961 ഫെബ്രുവരി മാസം 12-ാം തീയതി ഭ്രമണപഥത്തിൽ പ്രവേശിക്കാതെ തന്നെ ശുക്രനെ കടന്നു പോവുക എന്ന ഉദ്ദേശത്തോടെ വെനീറ 1 എന്ന ആദ്യത്തെ പേടകം വിക്ഷേപിച്ച് വെറും 7 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ വെനീറ 1-ുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയും ചെയ്തു. ശുക്രനെ 1,00,000 കിലോമീറ്റർ അകലത്തിലൂടെ കടന്ന് സൂര്യൻ്റെ കേന്ദ്രീകൃതമായ ഭ്രമണപഥത്തിലേക്ക് പോയി. താമസിയാതെ തന്നെ 1965 നവംബർ മാസം 12-ാം തീയതി വെനീറ 2 എന്ന പേടകം വിക്ഷേപിച്ചു. പക്ഷേ ഭൗമഭ്രമണപഥത്തിൽ നിന്നും പുറത്തു പോയപ്പോൾ തന്നെ പേടകവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. അങ്ങനെ ആദ്യത്തെ 2 ദൗത്യങ്ങളും പരാജയമായി. ഈ പരാജയങ്ങൾക്ക് ശേഷം വെനീറ 3, 4, 5, 6
എന്നീ സമാനമായ 4 പേടകങ്ങൾ വിക്ഷേപിക്കാൻ തീരുമാനിച്ചു. 1965 നവംബർ മാസം 16-ാം തീയതി ശുക്രൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങുക എന്ന ഉദ്ദേശത്തോടെ വെനീറ 3 വിക്ഷേപിച്ചു. എന്നാൽ 1966 ഫെബ്രുവരി 15-ന് ശുക്രൻ്റെ സമീപത്തെത്തിയപ്പോൾ അമിതമായ ചൂട് മൂലം പേടകവുമായുള്ള ബന്ധം നഷ്ടമായി. 13 ദിവസങ്ങൾക്ക് ശേഷം ശുക്രൻ്റെ ശക്തമായ അന്തരീക്ഷത്തിൽ ഇടിച്ച് പേടകം തകർന്നുപോയി. ഭൂമിയിലേക്ക് സന്ദേശങ്ങളൊന്നും തന്നെ ലഭിച്ചില്ല എങ്കിലും വീനസിൻ്റെ അന്തരീക്ഷത്തിൽ ക്രാഷ് ലാൻഡ് ചെയ്തു കഴിഞ്ഞപ്പോൾ മറ്റൊരു ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ സ്പർശിച്ച ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകമായി മാറി വെനീറ 3. അടുത്ത വർഷം 1967 ജൂൺ മാസം 12-ാം തീയതി അടുത്ത പേടകമായ വെനീറ 4 വിക്ഷേപിച്ചു. പ്രധാനമായും ശുക്രൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. വെനീറ 4 ശുക്രൻ്റെ ഉപരിതലത്തിൽ ആദ്യമായി രാസവിശകലനങ്ങൾ നടത്തി. ഈ പഠനത്തിൽ നിന്നും അന്തരീക്ഷത്തിൽ പ്രധാനമായും കാർബൺ ഡൈ ഓക്സൈഡാണ് അടങ്ങിയിരിക്കുന്നത് എന്നും വളരെ കുറച്ചു മാത്രം നൈട്രജനും 1% താഴെ മാത്രം ഓക്സിജനും ജലനീരാവിയും ഉണ്ടെന്ന് കണ്ടെത്തി. ഉള്ളിലേക്ക് പോകുന്തോറും ശുക്രൻ്റെ അന്തരീക്ഷത്തിൽ പ്രതീക്ഷിച്ചതിലും ഒരുപാട് കൂടുതൽ മർദ്ദവും ചൂടും കൂടി വരികയാണ്. ഉപരിതലത്തിൽ നിന്നും 55 കിലോമീറ്റർ ഉയരത്തിലെത്തിയപ്പോൾ പേടകം തകർന്നുപോയി. എന്നാൽ 4ാമത്തെ ഈ ദൗത്യം തികച്ചും വിജയമായിരുന്നു. ഇതിനു പിന്നാലെ 1969 ജനുവരി മാസം വെനീറ 5-ഉം തൊട്ടു പിന്നാലെ വെനീറ 6-ഉം വിക്ഷേപിച്ചു. അന്തരീക്ഷത്തെക്കുറിച്ച് പഠനങ്ങൾ നടത്തിക്കൊണ്ട് വെനീറ 5 വെനീറ 4 പ്രവേശിച്ചതിനേക്കാൾ താഴെ എത്തി. എന്നാൽ ഈ 2 പേടകങ്ങൾക്കും ഉപരിതലത്തിൽ സ്പർശിക്കാൻ സാധിച്ചില്ല. ഉപരിതലത്തിൽ നിന്നും 25 കിലോമീറ്ററുകൾ മുകളിൽ വെച്ച് വെനീറ 5-ഉം വെറും 10 കിലോമീറ്ററുകൾ മാത്രം മുകളിൽ വെച്ച് വെനീറ 6-ഉം തകർന്നുപോയി. ഈ കഴിഞ്ഞുപോയ ദൗത്യങ്ങളിൽ നിന്നും ലഭിച്ച വിവരങ്ങളെല്ലാം വിശദമായി പഠിച്ച് ശുക്രൻ്റെ അന്തരീക്ഷത്തിലെയും ഉപരിതലത്തിലെയും കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിനും ഉപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്നതിനുമായി അടുത്തൊരു പേടകം അവർ രൂപകൽപ്പന ചെയ്തു. ശുക്രനിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാക്സിമം പ്രഷറിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും 10 മടങ്ങ് പ്രതിരോധശേഷിയുള്ള പേടകത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി. വെനീറ 7. ചരിത്രത്തിൽ ആദ്യമായി ഒരു രാജ്യം മറ്റൊരു ഗ്രഹത്തിൽ ബഹിരാകാശ പേടകം സുരക്ഷിതമായി ഇറക്കാൻ പോകുന്നു. 1970 ഓഗസ്റ്റ് മാസം 17-ാം തീയതി വെനീറ 7 വിക്ഷേപിച്ചു. ശുക്രൻ്റെ സമീപത്തെത്തുകയും കട്ടികൂടിയ അന്തരീക്ഷത്തിനുള്ളിലൂടെ വേഗത കുറഞ്ഞ് സാവകാശം താഴേക്കിറങ്ങുകയും ചെയ്തു. പാരാച്യൂട്ടിൻ്റെ സഹായത്തോടെ വെനീറ 6 എത്തിച്ചേർന്ന ദൂരത്തിലും താഴെയെത്തി. ദൗത്യം വിജയിച്ചു എന്ന് ഉറപ്പിച്ച സമയത്ത് ഉപരിതലത്തിൽ നിന്നും വെറും 3 കിലോമീറ്ററുകൾ മുകളിൽ വെച്ച് അതിശക്തമായ താപനിലയും ആസിഡ് മഴയും മൂലം പാരാച്യൂട്ട് കത്തി അമർന്നുപോയി. പേടകം നിയന്ത്രണം വിട്ട് ഉപരിതലത്തിൽ വന്ന് പതിച്ചു. നിയന്ത്രണം വിട്ടാണ് പേടകം താഴെ വന്ന് വീണത് എങ്കിലും ഈ ദൗത്യം പരാജയമായിരുന്നില്ല. പേടകത്തിൽ നിന്നും ദുർബലമായ ധാരാളം സിഗ്നലുകൾ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ടേയിരുന്നു. അതിൽ നിന്നും വീനസിൻ്റെ ഉപരിതലത്തെക്കുറിച്ചും അന്തരീക്ഷത്തെക്കുറിച്ചും നമുക്ക് കൂടുതൽ മനസ്സിലായി. വീനസിൻ്റെ അന്തരീക്ഷത്തിന് ഭൂമിയേക്കാളും 95% കൂടുതൽ കട്ടിയുണ്ടെന്നും ഉപരിതലത്തിൽ 500 ഡിഗ്രി സെൽഷ്യസോളം താപനിലയുണ്ട് എന്നും നമുക്ക് മനസ്സിലായി. ഉടനെ തന്നെ ഈ പേടകത്തിന് സമാനമായി മറ്റൊരു പേടകം നിർമ്മിച്ചു, വെനീറ 8. ഏകദേശം 2 വർഷങ്ങൾക്ക് ശേഷം അത് വിക്ഷേപിച്ചു. അത് വീനസിൻ്റെ ഉപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി. 1 മണിക്കൂർ സമയത്തോളം പ്രവർത്തനക്ഷമതമായി നിന്നുകൊണ്ട് ധാരാളം വിവരങ്ങൾ നമുക്ക് അയച്ചു തന്നു. ഇതുവരെ നടത്തിയ ദൗത്യങ്ങളിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങൾ എല്ലാം പഠിച്ച് ഇവയിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായ മറ്റൊരു പേടകം നിർമ്മിക്കുവാൻ അവർ തീരുമാനിച്ചു. ചിത്രങ്ങൾ എടുക്കുന്നതിനാവശ്യമായ ക്യാമറകൾ അതിൽ സ്ഥാപിച്ചു. മറ്റു പേടകങ്ങളിൽ നിന്നുമെല്ലാം തികച്ചും വ്യത്യസ്തമായ പേടകം. പാരാച്യൂട്ടിൻ്റെ സഹായമില്ലാതെ ലാൻഡ് ചെയ്യിക്കാനായിരുന്നു തീരുമാനം. 1975 ജൂൺ മാസം 8-ാം തീയതി വിക്ഷേപിച്ചു. സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയും ചെയ്തു. പേടകത്തിൻ്റെ ഇരുവശത്തും ക്യാമറകൾ ഉണ്ടായിരുന്നു എങ്കിലും ഒരു വശത്തെ ക്യാമറ ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ എടുക്കുവാൻ സാധിച്ചത്. അങ്ങനെ ആദ്യമായി സോവിയറ്റ് യൂണിയൻ മറ്റൊരു ഗ്രഹത്തിൻ്റെ ഉപരിതല ചിത്രങ്ങൾ പകർത്തി ചരിത്രം സൃഷ്ടിച്ചു. ഇതുപോലെ തന്നെയായിരുന്നു വെനീറ 10. ഇവയ്ക്കെല്ലാം പുറമെ കളർ ഫോട്ടോസ് എടുക്കുന്നതിനായി ഇനിയും പേടകങ്ങളെ അയക്കാൻ തീരുമാനിച്ചു. വെനീറ 11-ഉം വെനീറ 12-ഉം അയച്ചു. എന്നാൽ അവയ്ക്ക് ഉദ്ദേശിച്ച റിസൾട്ട് നേടുവാൻ സാധിച്ചില്ല. വീണ്ടും അവർ പേടകങ്ങളെ അയക്കാൻ തീരുമാനിച്ചു, വെനീറ 13-ഉം വെനീറ 14-ഉം. അവയിലൂടെ ഉപരിതലത്തിൻ്റെ കളർ ചിത്രങ്ങളും വീനസിൻ്റെ ശബ്ദവും റെക്കോർഡ് ചെയ്യുക എന്നതായിരുന്നു പ്ലാൻ.
1981 ഒക്ടോബർ മാസം 30-നും നവംബർ 20-നും പേടകങ്ങൾ വിക്ഷേപിച്ചു. അങ്ങനെ സോവിയറ്റ് യൂണിയൻ വീണ്ടും ലോകത്തെ അത്ഭുതപ്പെടുത്തി. അവർ ആദ്യമായി മറ്റൊരു ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൻ്റെ കളർ ചിത്രങ്ങൾ പകർത്തുകയും ആ ഗ്രഹത്തിലെ വിവിധങ്ങളായ ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. അന്ന് പകർത്തിയ ചിത്രങ്ങളും ശബ്ദവുമാണിത്. ആദ്യമായി ഈ സ്റ്റേഷൻ നരകതുല്യമായ ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൻ്റെ കളർ ചിത്രം പകർത്തി ഭൂമിയിലേക്ക് അയച്ചു തന്നു. ആ കാലത്ത് ഈ ചിത്രം ശാസ്ത്രലോകത്ത് എത്രമാത്രം ചർച്ചയായിരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. അതിനുശേഷം വന്ന കാര്യങ്ങൾ അതിലും കൗതുകകരമായിരുന്നു. പല ശാസ്ത്രജ്ഞരും തങ്ങളുടെ ലോകവീക്ഷണം തകരാതിരിക്കുവാൻ ഇതിനെ സംശയത്തോടെ കാണുവാനാണ് താല്പര്യപ്പെട്ടത്. എന്നാൽ ആദ്യം നമുക്ക് ഇപ്പോഴത്തെ കാലത്തേക്കൊന്ന് പോകാം. 2020 സെപ്റ്റംബറിൽ ശുക്രനിൽ ശാസ്ത്രജ്ഞർ ജീവന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തി എന്നൊക്കെയുള്ള വലിയ തലക്കെട്ടുകളോടെ മാധ്യമങ്ങളിൽ വലിയ വാർത്തകൾ നൽകി. എന്തായിരുന്നു ആ വാർത്തകൾക്ക് പിന്നിലെ കാര്യം എന്ന് നമുക്ക് നോക്കാം. ഭൂമിയിലെ വായുരഹിത ബാക്ടീരിയകൾ, അതായത് അൻഎയറോബിക് ബാക്ടീരിയ, ഇവ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന വിഷവാതകമായ ഫോസ്ഫിൻ്റെ സാന്നിധ്യം ശുക്രനിലെ മേഘങ്ങളിൽ കണ്ടെത്തിയതായി അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്രജ്ഞരുടെ സംഘം തെളിവ് നൽകി. ഫോസ്ഫിൻ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന സ്വാഭാവികമായ ഒരു പ്രക്രിയയും ശാസ്ത്രജ്ഞർ ഇന്നേ വരെ കണ്ടെത്തിയിട്ടേയില്ല. അതായത് ബാക്ടീരിയകളുടെ അവശിഷ്ടമായി മാത്രം കാണപ്പെടുന്ന ഒരു വാതകം ശുക്രനിൽ കണ്ടെത്തിയിരിക്കുന്നു. ഗ്യാസ് ജെയിന്റ് ഗ്രഹങ്ങളിൽ ഇത് രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് ശാസ്ത്രലോകത്തിന് അറിയാമെങ്കിലും ശുക്രന്റെ കാര്യത്തിൽ ഇതിന് ഒരു പ്രസക്തിയുമില്ല. ഫോസ്ഫിൻ്റെ സാന്നിധ്യം തെളിയിക്കുന്ന തെളിവുകൾ വളരെ ശക്തമായിരുന്നു. അത് വലിയൊരു അത്ഭുതമായി മാറി. ഇതിനെക്കുറിച്ച് ഒരു പ്രത്യേക ഗവേഷണ പ്രബന്ധം നേച്ചർ ആസ്ട്രോണമിയിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. കാർഡിഫ് യൂണിവേഴ്സിറ്റിയിലെ ജ്യോതിശാസ്ത്രജ്ഞനായ ജീൻ ഗ്രീവ്സ് പറയുന്നു, ശുക്രന്റെ മേഘങ്ങളിൽ ജീവിക്കുന്ന ജീവികളുടെ തെളിവുകൾ ഞങ്ങൾ കണ്ടെത്തിയിരിക്കാൻ സാധ്യതയുണ്ട്. ഇത് വളരെ രസകരവും അപ്രതീക്ഷിതവുമാണ്. ഈയൊരു പ്രസ്താവന മാധ്യമങ്ങൾ വേണ്ടുവോളം ആഘോഷിച്ചു. ജെയിനിൻ്റെ സഹപ്രവർത്തകയായ MITയിലെ സാറ സീഗറിന് ഇത് വ്യക്തമാക്കേണ്ടി വന്നു. ശുക്രനിൽ ജീവൻ കണ്ടെത്തിയെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ഫോസ്ഫിൻ വാതകം മാത്രമാണ് കണ്ടെത്തിയത്. അതിൻ്റെ ഉത്ഭവം ഇപ്പോഴും ഒരു നിഗൂഢമാണ്. എന്നാൽ ഈ കഥ പിന്നീട് ലളിതമായ ഒരു വഴിത്തിരിവിലേക്ക് മാറി. ശുക്രനിലെ മേഘങ്ങളിൽ ഫോസ്ഫിൻ കണ്ടെത്തിയത് എന്തുകൊണ്ടാണ് എന്ന് ശാസ്ത്രജ്ഞർക്ക് പെട്ടെന്ന് മനസ്സിലായി. കോർണൽ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ നടത്തിയ പുതിയ പഠനത്തിൽ നിഗൂഢമായ ആ ഗ്രഹത്തിലെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭൂമിശാസ്ത്ര കണ്ടെത്തലാണ് ഫോസ്ഫിൻ എന്ന് അവകാശപ്പെട്ടു. ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ടെലസ്കോപ്പും അറ്റാക്കാമ ലാർജ് മില്ലിമീറ്റർ അറേയും ഉപയോഗിച്ച് അഗ്നിപർവ്വത പ്രവർത്തനം മൂലമാണ് ഫോസ്ഫിൻ ശുക്രന്റെ അന്തരീക്ഷത്തിൽ എത്തിയത് എന്ന് ശാസ്ത്രജ്ഞന്മാർ നിഗമനത്തിലെത്തി. ഇത് നിരാശപ്പെടുത്തുന്നതാണോ? ഒരിക്കലുമല്ല. ഗവേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയ ജീവന്റെ ലക്ഷണങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫോസ്ഫിനെക്കുറിച്ചുള്ള ഈ ബഹളങ്ങളെല്ലാം ഒന്നുമല്ല. ദയവായി ഇത് കേട്ട് അമ്പരന്ന് പോകരുത്. വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ ഈ ലക്ഷണങ്ങൾ നമ്മുടെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. അതിലെന്താണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സോവിയറ്റ് ഓട്ടോമാറ്റിക് സ്റ്റേഷനെടുത്ത ശുക്രന്റെ ഉപരിതല ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. അസാധാരണമായി എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇപ്പോൾ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കൂ. ഇപ്പോഴും പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ലേ? എന്നാൽ ശ്രദ്ധിക്കൂ, ഈ വസ്തുക്കൾ ഒരിക്കൽ വലിയ ശാസ്ത്രീയ സംവാദങ്ങൾക്ക് കാരണമായിരുന്നു. ചില പ്രമുഖ ശാസ്ത്രജ്ഞർ ഇവ യഥാർത്ഥത്തിൽ ജീവനുള്ളതാണ് എന്നും അജ്ഞാതമായ എന്തോ ഒന്ന് ജീവരൂപങ്ങളാണ് എന്നും വരെ അഭിപ്രായപ്പെട്ടിരുന്നു. വ്യക്തമായും ഈ വസ്തുക്കൾ വളരെ വിചിത്രമായാണ് പെരുമാറിയത്. അതെ, ഇവ ചലിക്കുന്നുണ്ടായിരുന്നു. ആ വസ്തുക്കൾ നീങ്ങുന്നതായി സ്റ്റേഷനെടുത്ത ചിത്രങ്ങളുടെ പരമ്പര തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവ പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും രൂപം മാറുകയും ചെയ്യുന്നു. ഈ വസ്തുക്കൾക്ക് ഭൂമിയിലെ മൃഗങ്ങളുടെ പേരിനോട് സാമ്യമുള്ള രസകരമായ പേരുകൾ നൽകി. എന്നാൽ ഈ ശുക്ര ഡോക്യുമെൻ്ററിയിലെ യഥാർത്ഥ താരം സ്കോർപിയോ എന്നറിയപ്പെടുന്ന തേളാണ്. ഏകദേശം 90-ാം മിനിറ്റിൽ അതിൻ്റെ വലതുവശത്തുള്ള പകുതി വളയത്തോടൊപ്പം ഇത് ദൃശ്യമായി. ഒന്നുകൂടെ പറയട്ടെ, ഇത് ആ സമയത്ത് കാണുവാൻ സാധിക്കുമായിരുന്നു. വിചിത്രമായ ആ രൂപം നമുക്കും കാണുവാൻ സാധിക്കും. ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഇതിൻ്റെ വിചിത്രമായ രൂപമായിരുന്നു. ഉപകരണത്തിൽ നിന്നും അടർന്നു വീണ എന്തെങ്കിലും ഭാഗമായിരിക്കാം ഇതെന്ന് ആദ്യം കരുതി. എന്നാൽ
ഉപകരണം തകർന്നാൽ സീൽ ചെയ്ത ഭാഗത്തെ അമിതമായ ചൂട് കാരണം അത് പെട്ടെന്ന് പ്രവർത്തനരഹിതമാകുമായിരുന്നു. അന്തരീക്ഷ സമ്മർദ്ദം വളരെ കൂടുതലായതിനാൽ ചൂടുവാതകം ഉടൻ മുകളിൽ കടക്കുകയും എന്നിരുന്നാലും വെനീറ 13 മറ്റൊരു മണിക്കൂറിൽ കൂടി സാധാരണ നിലയിൽ തന്നെ പ്രവർത്തിച്ചു. അതിനർത്ഥം ആ വസ്തു ഉപകരണത്തിൻ്റെ ഭാഗമായിരുന്നില്ല എന്ന് തന്നെയാണ്. സാങ്കേതിക രേഖകൾ പ്രകാരം സെൻസർ കവറുകൾ മാറ്റുന്നതും ക്യാമറകൾ തുറക്കുന്നതും മണ്ണ് തിരയുന്നതും അളവുകൾ എടുക്കുന്നതും ഉൾപ്പെടെ എല്ലാ പുറം ജോലികളും ലാൻഡിങ്ങിന് അരമണിക്കൂറിനുള്ളിൽ തന്നെ അവസാനിപ്പിച്ചു. ഉപകരണങ്ങളിൽ നിന്നും മറ്റൊന്നും അടർന്നു വീണിട്ടുമില്ല. അടുത്ത ചിത്രത്തിൽ ഈ തേളിനെ കാണുവാനുമില്ല. ആ തേളിന് ഏകദേശം 17 സെൻറ്റിമീറ്റർ നീളമുണ്ടായിരുന്നു. ഭൂമിയിലെ പ്രാണികളുടെയോ ചിലന്തികളുടെയോ ഓർമ്മിപ്പിക്കുന്ന സാങ്കേതികമായ ഘടനയായിരുന്നു അതിന്. വെറും കറുപ്പും വെളുപ്പും കുത്തുകൾ ചേർന്നുണ്ടായ അത്തരമൊരു രൂപമായിരുന്നില്ല അത്. തേളിൻ്റെ ചിത്രത്തിൽ 940 പിക്സലുകളുണ്ട്. മുഴുവൻ ചിത്രത്തിലും 2.08 × 10⁵ പിക്സലുകളുണ്ട്. കുത്തുകൾ യാദൃശ്ചികമായി അത്തരത്തിലുള്ള രൂപമുണ്ടാക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. തേൾ ഔചാരിതമായി ഉണ്ടായതാണ് എന്ന സാധ്യത തള്ളിക്കളയാം. കൂടാതെ അതിന് വ്യക്തമായ ഒരു നിഴലുമുണ്ട്. അതിനാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു വസ്തുവാണ്. റഷ്യൻ അക്കാഡമി ഓഫ് സയൻസിലെ സ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിലെ റഷ്യൻ ശാസ്ത്രജ്ഞനായ ലിയോണിഡ് സാൻഫോമാലിഡിയാണ് ഇവയെ ജീവന്റെ ലക്ഷണങ്ങളായി പ്രഖ്യാപിച്ച വ്യക്തി. അദ്ദേഹത്തെ തള്ളിക്കളയുവാൻ കഴിയില്ല. കാരണം ശുക്രൻ ദൗത്യത്തിലെ ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്ത ടീമിൻ്റെ പ്രധാനപ്പെട്ട അംഗമായിരുന്നു അദ്ദേഹം. ഉപകരണങ്ങളുടെ കഴിവിനെക്കുറിച്ച് മറ്റാരേക്കാളും നന്നായി അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ശുക്രൻ്റെ ഉപരിതലത്തിൽ കണ്ട ഏക വിചിത്ര വസ്തു തേള് മാത്രമായിരുന്നില്ല. പരീക്ഷണത്തിനിടയിലുണ്ടായ ഒരു വിചിത്ര സ്വഭാവം നടന്നില്ലായിരുന്നുവെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുമായിരുന്നു. തൻ്റെ ഒരു ലേഖനത്തിൽ വെനീറ 13 ടീമിലെ ഒരു അംഗത്തിൻ്റെ തെറ്റായ തീരുമാനത്തിൽ സാൻഫോമാലിറ്റി ഖേദവും അമ്പരപ്പും പ്രകടിപ്പിച്ചു. ശാസ്ത്രജ്ഞൻ്റെ അഭിപ്രായത്തിൽ പേടകം റെക്കോർഡ് സമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങൾ ഇനിയും അയക്കാമായിരുന്നു. എന്നാൽ 127-ാം മിനിറ്റിൽ ആരോ ആ സന്ദേശം കൈമാറ്റം നിർത്തിവെച്ചു. ആരാണിത് ചെയ്തതെന്നോ എന്തിനാണ് ചെയ്തതോ എന്നോ വ്യക്തമല്ല. എന്നാൽ ഭൂമിയിലുള്ള ആരോ ഉടൻ തന്നെ സിഗ്നലുകൾ സ്വീകരിക്കുന്നത് നിർത്താൻ കമാൻഡ് നൽകി. പേടകം സിഗ്നലുകൾ അയച്ചുകൊണ്ടിരുന്നിട്ടും അത് നിർത്തി. സ്റ്റേഷൻ സന്ദേശങ്ങൾ അയക്കുന്നത് തുടർന്നുകൊണ്ടിരുന്നാൽ നമ്മൾ വേറെ എന്തെല്ലാം കാണുമായിരുന്നു? നമുക്ക് അതൊരിക്കലും കൃത്യമായി അറിയില്ല. എന്നാൽ മനുഷ്യൻ ശുക്രനിലേക്ക് മടങ്ങുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കും. അത് തീർച്ചയായും സംഭവിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഭൂമിയുടെ സഹോദരി എന്ന് വിളിക്കപ്പെടുമ്പോഴും നരകതുല്യമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ശുക്രനിൽ അജ്ഞാതമായ ജീവരൂപങ്ങൾ ഉണ്ടായേക്കാം എന്ന വിസ്മയിപ്പിക്കുന്ന സൂചനകളാണ് നമ്മൾ കണ്ടത്. സോവിയറ്റ് യൂണിയൻ ശുക്രൻ്റെ ഉപരിതലത്തിൽ ആകെ ഇറക്കിയിട്ടുള്ളത് 10 പേടകങ്ങളെയാണ്. നാളിതുവരെ ലോകത്തിലെ ഒരു സ്പേസ് ഏജൻസിക്കോ മറ്റൊരു രാജ്യത്തിനോ സൗരയൂഥത്തിലെ നരകം എന്നറിയപ്പെടുന്ന ഈ ശുക്രനിൽ ഒരു പേടകത്തെ പോലും ഇറക്കാൻ സാധിച്ചിട്ടേയില്ല. എന്നാൽ സോവിയറ്റ് യൂണിയൻ അരനൂറ്റാണ്ട് മുൻപേ അന്നത്തെ സാങ്കേതിക വിദ്യകൾ മാത്രം ഉപയോഗിച്ച് ശുക്രനിൽ ധാരാളം പേടകങ്ങൾ ഇറക്കി. ആലോചിക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല. അതിനുവേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. പക്ഷെ അവർ പിന്തിരിയാൻ തയ്യാറായിരുന്നതേയില്ല. 6 പേടകങ്ങൾ തകർന്നു പോയ ശേഷം 7ാമത്തെ പേടകമാണ് ആദ്യമായി വിജയിച്ചത് എന്ന് ഓർക്കണം. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.